ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെന്റർ. നമ്മൾ ഇന്ന് 122/2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണോ ഡിസ്കസ് ചെയ്യുന്നത്. അസിസ്റ്റന്റ് ഓഡിറ്റർ സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നടന്നിട്ടുള്ള എക്സാം ആണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കി പോവാം. അതിനു മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ക്ലാസ് കണ്ടിട്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നവർ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1നെ ലിസ്റ്റ് 2മായി യോജിപ്പിച്ച് താഴെ കൊടുത്തിരിക്കുന്ന കോഡിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് കേട്ടോ. അപ്പൊ ലിസ്റ്റിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം പ്രശസ്തരായ തത്വചിന്തകരെയും അവർ രചിച്ച വിഖ്യാത ഗ്രന്ഥങ്ങളെയും തമ്മിൽ കൃത്യമായിട്ട് ജോഡി ചേർക്കാനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ശരിയായിട്ടുള്ള ക്രമീകരണം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം. ഓക്കെ, നമുക്കൊന്ന് യോജിപ്പിച്ച് നോക്കാം. ഫസ്റ്റ് ഇത് നിയമങ്ങളുടെ ആത്മാവ് അല്ലെങ്കിൽ എന്താണ് ദ സ്പിരിറ്റ് ഓഫ് ദ ലോസ് എന്നാണ് കേട്ടോ. നിയമങ്ങളുടെ ആത്മാവ് ആരാണിത് എഴുതിയിട്ടുള്ളത്? ഈ ഒരു ഗ്രന്ഥം മൊണ്ടസ്ക്യു ആണ് കേട്ടോ. മൊണ്ടസ്ക്യു ആണ്. ആരാണ്? ഫ്രഞ്ച് തത്വചിന്തകനും എഴുത്തുകാരനുമാണ് മൊണ്ടസ്ക്യു കേട്ടോ. അപ്പൊ ഈ ഒരു ഗ്രന്ഥത്തിലെ ഭരണകൂടത്തിന്റെ അധികാരങ്ങൾ, നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നിങ്ങനെ മൂന്നായിട്ട് വേർതിരിക്കണമെന്ന ഒരു അധികാര വിഭജന സിദ്ധാന്താണ് ഇദ്ദേഹം ഇതിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. അടുത്തത് കാൻഡൈഡ്. കാൻഡൈഡ് എഴുതിയിട്ടുള്ളത് ആരാണ്? വോൾട്ടേർ ആണ് കേട്ടോ. വോൾട്ടേർ. ഓക്കെ, അപ്പൊ വോൾട്ടേർ നമുക്കറിയാം ഫ്രഞ്ച് തത്വചിന്തകനാണല്ലേ അദ്ദേഹം. അപ്പൊ അടുത്തത് എൻസൈക്ലോപീഡിയ. എൻസൈക്ലോപീഡിയ എഴുതിയിട്ടുള്ളത് ആരാണ്? ഡെനിസ് ഡിഡറോട്ട് ആണ് കേട്ടോ. ഡെനിസ് ഡിഡറോട്ട് ആണ് എൻസൈക്ലോപീഡിയ എന്നാണ് ബുക്ക് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിലെന്താണ്? അതായത് ജ്ഞാനോദയ കാലഘട്ടത്തിലെ അറിവുകളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ട് ഫ്രഞ്ച് ചിന്തകനായിട്ടുള്ള ഡെനിസ് ഡി ഡെറോട്ടിന്റെ നേതൃത്വത്തിൽ വിജ്ഞാനകോശം അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ തയ്യാറാക്കിട്ടോ. അടുത്തത് സാമൂഹിക കരാർ. സാമൂഹിക കരാർ ആരുടേതാണ്? ജീൻ ജാക്കസ് റൂസോനാണല്ലോ. ജീൻ ജാക്കസ് റൂസോനാണ് സാമൂഹിക കരാർ. ഇദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന് വലിയ ആവേശം നൽകിയ ഒരു എന്താണ് തത്വചിന്തകനാണ് റൂസോ ട്ടോ. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ എല്ലായിടത്തും അവൻ ചങ്ങലയിലാണെന്നൊക്കെയുള്ള ഇദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള വാചകമാണ്. ഇതൊക്കെ ചോദിക്കാറുള്ളതാണ്. ജീൻ ജാക്കസ് റൂസോയുടെ എന്ത് ഗ്രന്ഥമാണ് സാമൂഹിക കരാർ അല്ലെങ്കിൽ ദ സോഷ്യൽ കോൺട്രാക്ട്. അടുത്ത എന്താണ്? ആദ്യ തത്വചിന്തയെ കുറിച്ചുള്ള ദ്വാനങ്ങൾ. ആദ്യ തത്വ ചിന്തയെ കുറിച്ചുള്ള ദ്വാനങ്ങൾ എന്ന് പറഞ്ഞാൽ ബുക്ക് ചെയ്തിട്ടുള്ളത് ആരാണ്? റെനെ ഡെസ്കാർഡ് ആണ് കേട്ടോ. റെനെ ഡെസ്കാർഡ് ആണ്. അദ്ദേഹം എന്താണ്? ആധുനിക തത്വചിന്തയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് കേട്ടോ. റെനെ ഡെസ്കാർഡ് 1841 ഈ ഒരു ഗ്രന്ഥം രചിക്കുന്നത്. ഓക്കെ, അടുത്തത് ജനസംഖ്യാ തത്വങ്ങളെ കുറിച്ചുള്ള ഉപന്യാസം. ജനസംഖ്യാ തത്വങ്ങളെ കുറിച്ചുള്ള ഉപന്യാസം ആരുടേതാണ്? മാൽത്തസിന്റേതാണ് കേട്ടോ. മാൽത്തസ്. അപ്പോൾ തോമസ് റോബർട്ട് മാൽത്തസ് ആണ് എഴുതിയിട്ടുള്ളത് ജനസംഖ്യാ തത്വങ്ങളെ കുറിച്ചുള്ള ഒരു ഉപന്യാസം എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, എൻ എസ് എ ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷൻ. ഓക്കെ, ഇതില് ഭക്ഷണ ഉൽപാദനത്തെക്കാൾ വേഗത്തിൽ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നാണ് ഈ ഒരു സിദ്ധാന്തത്തിൽ പറയുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സംഭവങ്ങൾ കാലക്രമത്തിൽ ക്രമീകരിച്ച് താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നാണ് കേട്ടോ. അപ്പൊ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട 4 സംഭവങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. നടന്ന വർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ കാലക്രമത്തിൽ ആദ്യം നടന്നത് മുതൽ അവസാനം വരെയുള്ള ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇതിൽ ശരിയായിട്ടുള്ള ക്രമീകരണം ഓപ്ഷൻ എ ആണ്. BADC എന്നാണ് വരുന്നത്. ഫസ്റ്റ് എന്താ? ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റുകൾ ഉൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങൾക്കും സഹിഷ്ണുത നിയമം മതസ്വാതന്ത്ര്യം നൽകിയെന്നാണ് കേട്ടോ. അപ്പൊ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമൊക്കെ പഠിക്കാൻ കേട്ടോ. അതായത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ ഇതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവത്തെ പറ്റി പഠിക്കാൻ ഒരു ചാപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതില് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തിന് തൊട്ട് പിന്നാലെ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ്. ഇംഗ്ലണ്ടിലെ പ്രൊട്ടസ്റ്റന്റുകാർ ഉൾപ്പെടെ എല്ലാ മതവിഭാഗങ്ങൾക്കും സഹിഷ്ണുത നിയമം മതസ്വാതന്ത്ര്യം നൽകി എന്നുള്ളത് വർഷം 1689 കേട്ടോ. 1689. അടുത്തത് എന്താണ്? ഓപ്ഷൻ എ ആണ്. ബോസ്റ്റൺ ഹാർബറിൽ ബ്രിട്ടീഷ് പാർലമെന്റ് തേയിലക്ക് ചുമത്തിയ നികുതിക്കെതിരെ തദ്ദേശീയരായ അമേരിക്കക്കാർ 342 പെട്ടി തേയില കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചു. അപ്പൊ ബോസ്റ്റൺ ടീ പാർട്ടി പഠിക്കാനുണ്ട്. വർഷം 1773. ഡേറ്റ് നോക്കുക, ഡിസംബർ 16 കേട്ടോ. ചിലപ്പോൾ ഡേറ്റും ചോദിക്കാറുണ്ട്. അടുത്തത് എന്താണ്?
അടുത്തത് തേർഡ് എസ്റ്റേറ്റും ചില അനുകമ്പയുള്ള പുരോഹിതന്മാരും ചേർന്ന് രൂപീകരിച്ച ദേശീയ അസംബ്ലി ഒരു ഇൻഡോർ ടെന്നീസ് കോർട്ടിൽ യോഗം ചേർന്നു. ഒരു ഭരണഘടന എഴുതാൻ ഒരുമിച്ച് നിൽക്കുമെന്ന് പ്രതിജ്ഞയെടുത്തു. അപ്പൊ ഇതെന്താണ്? ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കത്തിൽ ജനപ്രതിനിധികൾ നടത്തിയ വിപ്ലവപരമായിട്ടുള്ള ഒരു പ്രതിജ്ഞയെ പറ്റിയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടാണ്. 1789 കേട്ടോ ഡേറ്റ്. 1789 അടുത്തത് ജോൺ ലോക്കിന്റെയും മൊണ്ടസ്ക്യൂവിന്റെയും വിവിധ ജ്ഞാനോദയ ആശയങ്ങളെയും രാഷ്ട്രീയ തത്വത്തിന്റെയും അടിസ്ഥാനമാക്കിയാണ് മനുഷ്യന്റെയും പൗരന്റെയും അവകാശ പ്രഖ്യാപനം തയ്യാറാക്കിയത്. ഓക്കെ, അവകാശ പ്രഖ്യാപനം തയ്യാറാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇത് ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതായത് എന്താണ്, പിന്നെ നമുക്ക് പറയാം ഫ്രഞ്ച് വിപ്ലവ കാലത്ത് നാഷണൽ അസംബ്ലി പാസാക്കിയ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു മനുഷ്യാവകാശ രേഖയെ പറ്റിയാണ് പറയുന്നത് കേട്ടോ. എന്നാണ് തയ്യാറാക്കിയത്? 1789 തന്നെയാണ്. ഓക്കെ, ഓഗസ്റ്റ് 26 കേട്ടോ. ഇവിടെ എന്താണ് പ്രതിജ്ഞ എടുക്കുന്നത്? എന്നാണ് പ്രതിജ്ഞ? ജൂൺ 20 1789 ജൂൺ 20. അതുകൊണ്ടാണ് പറഞ്ഞത് ഡേറ്റ് കംപ്ലീറ്റ് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1857 കലാപത്തെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. അവയിൽ ഏതാണ് ശരിയെന്ന് കേട്ടോ. ഇനി അങ്ങോട്ട് ഇങ്ങനെയുള്ള പ്രസ്താവന ചോദ്യത്തിനാണ് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഓരോ പ്രസ്താവനകളും ശരിയായിട്ടുള്ള പ്രസ്താവനകളും ഒക്കെ നന്നായിട്ട് പഠിച്ചു പോകും കേട്ടോ. അപ്പൊ ഇതില് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് 1ഉം 3ഉം മാത്രം. അപ്പൊ ശരിയായ പ്രസ്താവനകളാ ചോദിച്ചത്. 1, 3. 34ാമത് ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രിയിലെ യുവശിപായി മംഗൾ പാണ്ഡെ തന്റെ മേലുദ്യോഗസ്ഥനെ വെടിവെച്ചു കൊന്നു എന്നുള്ളത് ശരിയാണ്. അടുത്തത് ജനറൽ ഹ്യൂ റോസ് ഝാൻസിയിലെ റാണി ലക്ഷ്മിബായിയെ പരാജയപ്പെടുത്തി. ഇതാ കലാപകാരികളിൽ ഏക പുരുഷനായിരുന്ന സ്ത്രീ ഇതാ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. ഇതും ശരിയാണ് കേട്ടോ. തെറ്റായിട്ടുള്ള എന്താ? ഡൽഹിയെ പ്രതിരോധിക്കാൻ ബഹദൂർ ഷാ മരണം വരെ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നുള്ളത് തെറ്റാണ്. അതായത് ബഹദൂർ ഷായെ പിന്നീട് കണ്ടെത്തിയവരെ നാട് കടത്തുകയാണ് ചെയ്യുന്നത് ബ്രിട്ടീഷുകാർ. അടുത്തത് എന്താ? 1857 കലാപം ദക്ഷിണേന്ത്യ ഉൾപ്പെടെ മുഴുവൻ ബ്രിട്ടീഷ് ഇന്ത്യയും ബാധിച്ചു എന്നുള്ളതാണ്. അതും തെറ്റാണ്. ദക്ഷിണേന്ത്യയിലേക്ക് വ്യാപിച്ചിട്ടില്ലായിരുന്നു. നമുക്കറിയാം 1857 കലാപം ഉത്തർപ്രദേശിലെ മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെടുന്നത്. അപ്പൊ ഉത്തരേന്ത്യയിൽ ഉടനീളം വ്യാപിച്ചു എന്ന് വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിരുന്നു. ദക്ഷിണേന്ത്യയിലേക്കില്ലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ നൽകിയിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ ഒന്ന് വാദം എ എന്നും മറ്റൊന്ന് കാരണം ആർ എന്നും ലേബൽ ചെയ്തിരിക്കുന്നു. അപ്പൊ വാദം എയില് 1930 ഏപ്രിൽ 6 ഗാന്ധിജി ദണ്ഡിയിലേക്ക് ഉപ്പ് നിയമങ്ങൾ നിർവചിച്ചു എന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം ഗാന്ധിജിയുടെ ദണ്ഡി യാത്ര ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിരുന്നു. ഓക്കെ, അപ്പൊ ഇതില് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ്. അതായത് എ ശരിയാണ്, എന്നാൽ 6 തെറ്റാണെന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഇവിടെ കാരണത്തിൽ എന്താണ് തെറ്റുള്ളത്? ഗാന്ധിജിയുടെ ദണ്ഡിയാത്ര ഗാന്ധി ഇർവിൻ ഉടമ്പടിയുടെ ഫലമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ ദണ്ഡിയാത്ര നമുക്കറിയാം 1930 1930 മാർച്ച് ഏപ്രിലാണ് നടന്നിട്ടുള്ളത് അല്ലെ. പക്ഷെ എന്താണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത് 1931 മാർച്ച് 5 ഓക്കെ. 5ാമത്തെ ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1 ലിസ്റ്റ് 2 പൊരുത്തപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രധാന പുസ്തകങ്ങളും സംഘടനകൾ, സിദ്ധാന്തങ്ങൾ എന്നിവയും അതുപോലെ തന്നെ അവയുടെ രചയിതാക്കളും സ്ഥാപകരെയും ഒക്കെ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതുമായിട്ട് കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇതിൽ ശരിയായിട്ടുള്ള ക്രമീകരണം ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ക്രമീകരണം. അതായത് 1916 സുരക്ഷാ വാൽവ് സിദ്ധാന്തം കോൺഗ്രസ് പാർട്ടിയെ വിമർശിച്ചു. ഓക്കെ, അപ്പൊ ഇതിലേതാണ്? ലാലാ ലജ്പത് റായ് ആണ് കേട്ടോ. ലാലാ ലജ്പത് റായ്. അടുത്ത, ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യക്കാരിൽ വളർന്നു വരുന്ന വലിയൊരു ജനരോഷം തടയാൻ ഒടുവിൽ എന്താണ് സേഫ്റ്റി വാൽവ് ആയിട്ടാണ് ഇംഗ്ലീഷുകാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതെന്ന് സിദ്ധാന്തം ലാലാ ലജ്പത് റായ് തന്നെ യങ് ഇന്ത്യ എന്ന പുസ്തകത്തിലൂടെ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ലാലാ ലജ്പത് റായുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്തത് സ്വദേശി പാണ്ഡവ് സമിതി. സ്വദേശി പാണ്ഡവ് സമിതി അശ്വിനി കുമാർ ദത്തിൻ്റെതാണ് കേട്ടോ. അടുത്തത് കർമ്മഭൂമി. ഓക്കെ, കർമ്മഭൂമി ആരുമായിട്ട്? പ്രേംചന്ദിന്റെ ആണ് കർമ്മഭൂമി. അടുത്ത ദേവി ചൗധുരാനി. ദേവി ചൗധുരാനി ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടേതാണ്. ഇന്ത്യയിലെ ദാരിദ്ര്യവും ബ്രിട്ടീഷ് ഭരണവും എന്നുള്ളത് ആരുടേതാണ്? ദാദാബായ് നവറോജിന്റെ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയെന്നാണ് കേട്ടോ.
ഓക്കെ, ഇതിൽ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം മാത്രം എന്നാണ്. ഡച്ചുകാർ സമാഹരിച്ച ആംസ്റ്റർഡാമിൽ പ്രസിദ്ധീകരിച്ച കേരളത്തിൽ 740-ലധികം സസ്യങ്ങളുടെ 12 വാല്യങ്ങളുള്ള ഒരു വിജ്ഞാന കോശമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആണ് കേട്ടോ. അപ്പൊ ഇത് ശരിയാണ്. അടുത്ത എന്താണ്, വാസ്കോഡഗാമ 3 കപ്പലുകളുമായി ലിസ്ബണിൽ നിന്ന് കപ്പൽ കയറി 1498-ൽ കോഴിക്കോട് എത്തി എന്നുള്ളതും ശരിയാണ്. അപ്പൊ 1ഉം 4ലാണ് തെറ്റുള്ളത്. മലബാർ തീരത്തെത്തി മാഹിയിൽ സ്ഥിരതാമസമാക്കിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് ഫ്രഞ്ചുകാർ എന്നുള്ളതാണ് എന്ത് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് ഇവിടെ മിസ്റ്റേക്ക് ഉള്ളത്? അതായത് കേരളത്തിൽ മലബാർ തീരത്ത് ആദ്യമായിട്ട് എത്തിയ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ് നമുക്കറിയാം. അപ്പൊ കോഴിക്കോട് 1498-ലാണ് എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫ്രഞ്ചുകാർ വളരെ വൈകി 18-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ മാഹിയിൽ എത്തുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മിസ്റ്റേക്ക് ഉള്ളതാണ്. അടുത്ത 4, മലബാറിലെ രാജാക്കന്മാർക്കെതിരെ പോരാടാൻ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ഒരു കപ്പലായിരുന്നു കാർത്താസ് എന്നുള്ളതാണ് അടുത്ത് കേട്ടോ. അതിലെന്താണ് മിസ്റ്റേക്ക് ഉള്ളത്? അതായത് കാർത്താസ് എന്നത് കപ്പലല്ല കേട്ടോ. പോർച്ചുഗീസുകാർ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏർപ്പെടുത്തിയ ഒരു തരം നാവിക വ്യാപാര ലൈസൻസ് അല്ലെങ്കിൽ പാസ്പോർട്ട് എന്നൊക്കെ പറയട്ടോ, അതായിരുന്നു കാർത്താസ്. പോർച്ചുഗീസുകാരുടെ അനുവാദമില്ലാതെ മറ്റു കപ്പലുകൾക്ക് കടൽ മാർഗം വ്യാപാരം നടത്താൻ സാധിക്കുമായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് രണ്ടുമാണ് മിസ്റ്റേക്ക് ഉള്ളത്. അടുത്തത് 7-മത്തത്, ലിസ്റ്റ് 1-നെ ലിസ്റ്റ് 2-മായി പൊരുത്തപ്പെടുത്തി താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് ശരിയായിട്ടുള്ള ക്രമീകരണം തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ്. ഓക്കെ, ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം. തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ആരാണ്? തിരുവിതാംകൂർ സൈന്യത്തിലെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് നമുക്കറിയാം യൂസ്റ്റാച്ചിയസ് ഡിലനോയ് ആണ് അല്ലെ, ഡിലനോയ് ആണ്. അടുത്തത് സർവാധികാരിക്കാർ എന്നറിയപ്പെടുന്ന ആരാണ്? രാജാ കേശവദാസ് ആണ്. ഉണ്ണുനീലി സന്ദേശം യാത്ര വിവരിക്കുന്നു എന്നുള്ളത് ആരുടെ കൃതിയാണ്? ആദിത്യവർമ്മന്റെ കൃതിയാണ് കേട്ടോ. അടുത്തത് തൂഫത്തുൽ മുജാഹിദ്ദീൻ സമർപ്പിക്കുന്നു ആരുടേതാണ്? അലി ആദിൽ ഷാന്റെ ആണ് കേട്ടോ. അടുത്തത് കിഴക്കൻ പോർച്ചുഗലിന്റെ ആദ്യ വൈസ്രോയി ഫ്രാൻസിസ്കോ അൽമേഡയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റഷ്യയെയും വടക്കേ അമേരിക്കയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ബെറിങ് കടലിടുക്കാണ് കേട്ടോ. റഷ്യയും വടക്കേ അമേരിക്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് ബെറിങ് കടലിടുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കാനാണ്. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ തിരിച്ചറിയാനാണ് പറഞ്ഞിട്ടുള്ളത്. തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ഓപ്ഷൻ എ ആണ്, 2ഉം 4ഉം ആണ് തെറ്റുള്ളത് കേട്ടോ. പ്രസ്താവനകൾ നോക്കാം. ഗുട്ടൻബർഗ് തുടർച്ചയില്ലാത്തത് എന്നത് താഴത്തെ മാന്റിലിനും പുറങ്കാമ്പിനും ഇടയിലുള്ള അതിർത്തിയാണ്. ഇപ്പൊ ഭൂമിയുടെ ആന്തരിക ഘടനയെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. അടുത്തത് എന്താണ് മിസ്റ്റേക്ക് ഉള്ളത്? അല്ല, ശരിയായിട്ടുള്ളത് റെപ്പിറ്റീവ് നിർത്തലാക്കൽ എന്നത് മുകളിലും താഴെയുമുള്ള മാന്റിലുകൾക്കിടയിലുള്ള സംക്രമണ മേഖലയാണ്. അപ്പൊ ഇത് രണ്ടും ശരിയായിട്ടുള്ളതാണ്. തെറ്റ് എന്താണ്? കോൺട്രാഡ് നിർത്തലാക്കലിൽ നിന്നാണ് മാന്റിൽ ആരംഭിക്കുന്നത് എന്നുള്ളതും മൊഹോറോവിക്സ് നിർത്തലാക്കൽ എന്നത് മുകളിലും താഴെയുമുള്ള പുറന്തോടിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നുള്ളതാണ് തെറ്റുള്ളത്. ഓക്കെ, അപ്പൊ ഇത് പഠിക്കണം കേട്ടോ. അടുത്തത് 10-മത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന അക്ഷാംശങ്ങളിൽ ഏതാണ് കുതിര അക്ഷാംശങ്ങൾ എന്നറിയപ്പെടുന്നത്? ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് കുതിര അക്ഷാംശങ്ങൾ എന്ന് അറിയപ്പെടുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താണ് കുതിര അക്ഷാംശം എന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖത്ത് ഇരുവശത്തുമായിട്ട് ഏകദേശം 30 ഡിഗ്രി മുതൽ 35 ഡിഗ്രി വരെയുള്ള വടക്കും തെക്കും അക്ഷാംശ മേഖലയിലായിട്ട് ഉള്ള 30 ഡിഗ്രി മുതൽ 35 ഡിഗ്രി വരെയുള്ള ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? കുതിര അക്ഷാംശങ്ങൾ എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് ഈ ഒരു 30 ഡിഗ്രി മുതൽ 35 ഡിഗ്രി എന്ന് കൊടുത്തിട്ടില്ല കേട്ടോ ആൻസർ ആയിട്ട്. ശരിക്കും ഇതിന് ആൻസർ എന്തായിരുന്നു വരുന്നത്? അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ ശരിക്കും ഇവിടെ 30 ഡിഗ്രി മുതൽ 35 ഡിഗ്രി എന്താണ് വടക്കും തെക്കും എന്നായിരുന്നു വരേണ്ടത് ഭൂമധ്യരേഖക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിസ്റ്റ് 1-നെ ധാതു ഊർജ്ജ സ്രോതസ്സിനെ, ലിസ്റ്റ് 2-നെ അതിന്റെ ഉൽപാദന മേഖലയുമായി പൊരുത്തപ്പെടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? 11-മത്തിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ശരിയായിട്ടുള്ള ക്രമീകരണം. അതായത് പെട്രോളിയം ഉൽപാദന മേഖല അല്ലെങ്കിൽ ഖനിയുമായിട്ട് പൊരുത്തപ്പെടാനാണ് പറഞ്ഞത്. അപ്പൊ പെട്രോളിയത്തിന്റെ ഉൽപാദന മേഖലയാണ്
ഏതാണ്? മുംബൈ ഹൈ ആണ് അല്ലെ, നമുക്കറിയാം. അടുത്തത് ബോക്സൈറ്റ്. ഓക്കെ, ബോക്സൈറ്റ് കോരാപ്പുട്ട് ആണ്, കോരാപ്പുട്ട്. അടുത്തത് കൽക്കരി, കൽക്കരി ജാരിയ, നമുക്കറിയാം. അടുത്തത് ഗോൾഡ്, ഗോൾഡിൻ്റെത് ഹുട്ടി. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് നഗരത്തെയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ എന്ന് ഹൈവേ പദ്ധതി ബന്ധിപ്പിക്കാത്തതെന്നാണ് കേട്ടോ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പദ്ധതി ബന്ധിപ്പിക്കാത്തതിൽ ഏത് നഗരത്തെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഹൈദരാബാദ് ആണ്. ഡൽഹി, മുംബൈ, ചെന്നൈ ഒക്കെ ഇതിൽ പെടുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ICAR-ന് കീഴിലുള്ള താഴെ പറയുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിൽ ഏതാണ് തെറ്റായ ജോഡി എന്നാണ്. ICAR-ന് കീഴിലുള്ള താഴെ പറയുന്ന കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ ഏതാണ് തെറ്റായ ജോഡി എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ഏതാണ് തെറ്റായിട്ടുള്ള ജോഡി? അപ്പൊ ഇവിടെ എന്താണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഇടുക്കി എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിലാണ് മിസ്റ്റേക്ക് ഉള്ളത്. അവിടെ ഏതാണ്? കോഴിക്കോട് ജില്ലയിലാണ് അല്ലെ, കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ളത്. ബാക്കിയൊക്കെ പഠിക്കണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിന്നുള്ള ഏത് കരകൗശല വസ്തുവിനാണ് അടുത്തിടെ GI ടാഗ് ലഭിച്ചത്? ഇത് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ആദിവാസി ഉൽപ്പന്നമാണെന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏതിനാണ് GI ടാഗ് ലഭിച്ചിട്ടുള്ളത്? ഏത് കരകൗശല വസ്തുവിനാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ ബി കണ്ണാടിപ്പായക്കാണ് കേട്ടോ, കണ്ണാടിപ്പായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 15ാമത്തെ ക്വസ്റ്റ്യൻ, ആഗോളവൽക്കരണത്തെ ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൂലധനത്തിന്റെയും തൊഴിലാളികളുടെയും അനിയന്ത്രിതമായ അതിർത്തി കടന്നുള്ള നീക്കം എന്ന് നിർവചിച്ച അന്താരാഷ്ട്ര സംഘടന ഏതാണെന്നാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതാണ് അന്താരാഷ്ട്ര സംഘടന? ഓപ്ഷൻ ബി ആണ്, അന്താരാഷ്ട്ര നാണയ നിധിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നതിൽ ഏത് പേരാണ് ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത്? ഇതിൽ ഏത് പേരാണ് ഹരിത വിപ്ലവവുമായിട്ട് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ സി ബിമൽ ജലാൻ ആണ് കേട്ടോ. അപ്പൊ ഓരോ ക്വസ്റ്റ്യനും എന്താണ് സോൾവ് ചെയ്യുമ്പോൾ അത് കൂടെ നിങ്ങളും ഒന്ന് എന്താണ് നിങ്ങൾക്ക് അതിൽ ആൻസർ കിട്ടുന്നുണ്ടോ ഒന്ന് പാസ്സാക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ആൻസർ കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17ാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ PMFBY, അതായത് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണെന്നാണ് കേട്ടോ. എന്താണ് ഇതിന്റെ പ്രാഥമിക ലക്ഷ്യം എന്നാണ്? ഓപ്ഷൻ ബി ആണ്, കർഷകർക്ക് താങ്ങാനാവുന്ന വിള ഇൻഷുറൻസും റിസ്ക് കവറേജും ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന. ഓക്കെ, കർഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ താഴെ പറയുന്ന ഉൽപ്പന്നങ്ങളിൽ ഏതാണ് GSTയിൽ നിന്ന് ഒഴിവാക്കാത്തത്? ഇതിൽ GSTയിൽ നിന്ന് ഒഴിവാക്കാത്ത ഉൽപ്പന്നങ്ങൾ ഏതാണെന്നാണ്? ഓപ്ഷൻ ഡി പായ്ക്ക് ചെയ്ത ബിസ്ക്കറ്റുകളാണ് കേട്ടോ. പുതിയ പഴങ്ങളും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിവാക്കിയാണ്. തേന്, പത്രങ്ങൾ ഇവയൊക്കെ GSTയിൽ നിന്ന് ഒഴിവാക്കിയതാണ്. എന്താണ് പാക്ക് ചെയ്ത ബിസ്ക്കറ്റുകൾ ഇതിൽ പെടുന്നതല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഹെഡ്ജിംഗ്, ഹൂവ കച്ചവടം അല്ലെങ്കിൽ മധ്യസ്ഥത എന്നിവയ്ക്കായി താഴെ പറയുന്ന സാമ്പത്തിക ഉപകരണങ്ങൾ ഏതാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്? കൂടാതെ അതിന്റെ മൂല്യം അടിസ്ഥാന ആസ്തിയിൽ നിന്നോ സൂചികയിൽ നിന്നോ ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിൽ ഏതാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ്, ഡെറിവേറ്റീവുകളാണ് കേട്ടോ, ഡെറിവേറ്റീവുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 20ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന 3 സംസ്ഥാനങ്ങളുടെ പശ്ചാത്തലത്തിൽ താഴെ പറയുന്ന ക്രമങ്ങളിൽ ഏതാണ് ശരി എന്നാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തിൻ്റെതാണ് ആദ്യം കൊടുക്കേണ്ടത്. എന്താണ്? അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, കർണാടക, കേരളം, തമിഴ്നാട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യ മുൻനിര ഉൽപാദകരിൽ ഒന്നാമതും സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ധാതുവാണ്. ഇന്ത്യ മുൻനിര ഉൽപാദകരിൽ ഒന്നാമത്, ഇന്ത്യയിൽ എന്താണ് ഏറ്റവും കൂടുതൽ അതായത് ഉൽപാദകരിൽ ഇന്ത്യയാണ് മുന്നിലുള്ളത്. അതുപോലെ സ്റ്റീൽ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ഒരു ധാതു കൂടിയാണ്. ഇതിൽ ഏതാണ്? ഓപ്ഷൻ എ മാംഗനീസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 22ാമത്തെ ക്വസ്റ്റ്യൻ, വികസ്വര രാജ്യങ്ങളിലെ ഒരു കുട്ടിക്ക് കടുത്ത സീറോഫ്താൽമിയ അല്ലെങ്കിൽ വരണ്ട കണ്ണുകൾ അനുഭവപ്പെടുകയും ശ്വസന അണുബാധയ്ക്കുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഒരു ഭക്ഷണ വിശകലനം ഏറ്റവും സാധ്യതയുള്ള കാര്യം ഇവയുടെ ദീർഘകാല അഭാവം വെളിപ്പെടുത്തും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഓപ്ഷൻ സി ആണ്, മഞ്ഞയും ഓറഞ്ചും നിറമുള്ള പച്ചക്കറികളുടെയും പഴങ്ങളുടെയും അഭാവമാണ് ഇതിന് കാരണം എന്നാണ്. എന്താണ് സീറോഫ്താൽമിയ, വരണ്ട കണ്ണുകൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന 4 പൊതു ആരോഗ്യ മെട്രിക്സുകളിൽ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസിന്റെ ഏറ്റവും മികച്ച സൂചകം ഏതാണ്?
അപ്പൊ താഴെ പറയുന്ന 4 പൊതു ആരോഗ്യ മെട്രിക്സുകളിൽ കാർഡിയോ റെസ്പിറേറ്ററി ഫിറ്റ്നസിന്റെ ഏറ്റവും മികച്ച സൂചകം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ സി ആണ് VO2 പരമാവധി ഓക്സിജൻ ആഗിരണമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മെർക്കുറി കൊണ്ട് മലിനമായ ഒരു ജല ആവാസ വ്യവസ്ഥയിൽ താഴെ പറയുന്ന ഏത് ജീവിയാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നത്? മെർക്കുറി കൊണ്ട് മലിനമായ ഒരു ജല ആവാസ വ്യവസ്ഥയിൽ താഴെ പറയുന്നതിൽ ഏത് ജീവിയിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം അടങ്ങിയിരിക്കുന്നുവെന്ന് പ്രതീക്ഷിക്കുന്നത്? ഏതിലായിരിക്കും? ഓപ്ഷൻ ഡി മത്സ്യത്തെ ഭക്ഷിക്കുന്ന ഒരു വലിയ ഇരപിടിയൻ പക്ഷിയിലായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, പാസ്ചറൈസേഷൻ പ്രക്രിയ മൂലം പാൽ സുരക്ഷിതമായി കുടിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? ഓക്കെ, അപ്പൊ ഇതില് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. അതായത് പോഷക മൂല്യത്തിൽ കാര്യമായ മാറ്റം വരാതെ രോഗകാരികളായ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകളെ കൊല്ലാനും കേടാകുന്ന സൂക്ഷ്മാണുക്കളുടെ എണ്ണം കുറയ്ക്കാനും ഇതിൽ ഉയർന്ന ചൂട് ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പരിസ്ഥിതി ഏജൻസി ഒരു മലിന ശുദ്ധജല പ്ലാന്റിന്റെ താഴെയുള്ള നദിയിൽ നിന്നുള്ള ജല സാമ്പിൾ പരിശോധിച്ചപ്പോൾ അതിൽ വളരെ ഉയർന്ന ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് BOD ഉണ്ടെന്ന് കണ്ടെത്തി. BOD ഫുൾ ഫോം നോക്കെ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് ആണ്. ഈ ഫലം സൂചിപ്പിക്കുന്നത് എന്താണെന്നാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് വെള്ളത്തിൽ വലിയ അളവിൽ വിസർജ്യ ജൈവ മലിനീകരണം അടങ്ങിയിരിക്കാം എന്നാണ് കേട്ടോ. അപ്പൊ വിസർജ്യ ജൈവ മലിനീകരണം അടങ്ങിയിരിക്കാം എന്നുള്ളതാണ് ഇതിൽ കാണിക്കുന്നത്. അടുത്തത്, കേരളത്തിലെ ഒരു വിനോദസഞ്ചാരിക്ക് ഇലക്ട്രോലൈറ്റ് അസന്തുലിതാവസ്ഥയോട് വയറിളക്കം, ഛർദി, കടുത്ത നിർജ്ജലീകരണം എന്നിവ ഉണ്ടാകുന്നു. സ്കൂൾ കൾച്ചർ റൈസ് വാട്ടർ സ്റ്റൂൾ 1 ഗ്രാം നെഗറ്റീവ് കോമ ആകൃതിയിലുള്ള ബാക്ടീരിയക്ക് പോസിറ്റീവ് ആണെന്ന് കാണിക്കുന്നു. ഏറ്റവും സാധ്യതയുള്ള രോഗനിർണയം കോളറയാണ്. ഉടനടി ജീവൻ രക്ഷിക്കുന്ന ചികിത്സ ഇതിൽ ഏതാണെന്നാണ് കേട്ടോ. ഇതിലേതാണ് വ്യക്തിക്ക് ഏറ്റവും പെട്ടെന്ന് കിട്ടേണ്ട ചികിത്സ ഏതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ് വെള്ളം, പഞ്ചസാര, ലവണങ്ങൾ എന്നിവയുടെ ലായനി ഉപയോഗിച്ച് ഓറൽ ഡീഹൈഡ്രേഷൻ തെറാപ്പി ORT എടുക്കുക എന്നുള്ളതാണ്. രക്താതിമർദ്ദം എന്താണ് രക്താതിമർദ്ദം? ധമനിയുടെ ഭിത്തികളിൽ രക്തസമ്മർദ്ദം സ്ഥിരമായി വളരെ കൂടുതലായിരിക്കുന്ന അവസ്ഥയാണിത് രക്താതിമർദ്ദം എന്ന് പറയുന്നത്. അടുത്തത്, ഒരു സൈക്കിൾ നിർത്തുമ്പോൾ ഒരു സൈക്കിൾ യാത്രികൻ 5 മീറ്റർ തെന്നി മാറുന്നു. ചലനത്തിന് എതിർവശത്തോട് 200 ന്യൂട്ടൺ ബലം പ്രയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. സൈക്കിളിൽ റോഡ് നടത്തുന്ന വർക്ക് നിർണ്ണയിക്കുക. റോഡിൽ സൈക്കിൾ എത്ര വർക്ക് ചെയ്യുന്നു? ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അടുത്തത്, സ്കൂബ ഡൈവിംഗ് സമയത്ത് ആഴത്തിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ ശ്വാസം പിടിച്ചു നിർത്തുന്നത് അപകടകരമാകുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ് ബാഹ്യമർദ്ദം കുറയുന്നതിനാൽ ശ്വാസകോശത്തിലെ വായുവിന്റെ അളവ് വികസിക്കുന്നു എന്നുള്ളതാണ്. അടുത്തത്, ഇസ്രോയുടെ സ്പാഡെക്സ് ദൗത്യത്തെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണെന്നാണ് കേട്ടോ. സ്പാഡെക്സ് ദൗത്യത്തെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, താഴെ പറഞ്ഞ പ്രസ്താവനകൾ ഏതാണ് തെറ്റ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി ആണ് ചെറുതും ഭാരം കുറഞ്ഞതുമായ ഒന്ന് ഡോക്ക് ചെയ്യാൻ സ്പാഡെക്സ് ഒരു വലുതും ഭാരമേറിയതും ബഹിരാകാശ പേടകം ഉപയോഗിച്ചു എന്നുള്ളതാണ്. ബാക്കി ഈ 3 പ്രസ്താവനകൾ നിങ്ങൾ പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്ര അല്ലെങ്കിൽ ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള യാത്ര ഏതിനാണ് കൂടുതൽ ഇന്ധനം ആവശ്യമുള്ളത്? ഓക്കെ, ഇതിൽ ഓപ്ഷൻ എ ആണ് ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള യാത്രക്കാണ് കൂടുതൽ ഇന്ധനം ആവശ്യമുള്ളത്. ഒരു ക്രിക്കറ്റ് കളിക്കാരൻ ഒരു ഫാസ്റ്റ് ബോൾ പിടിക്കുമ്പോൾ കൈകൾ താഴ്ത്തുന്നു. ഏത് ന്യൂട്ടന്റെ നിയമമാണ് നേരിട്ട് ഉപയോഗിക്കുന്നത്? ഇത് പരിക്ക് കുറയ്ക്കുന്നത് എന്തുകൊണ്ട്? ഓക്കെ, ഇങ്ങനെ ഏത് ന്യൂട്ടന്റെ ഏത് നിയമമാണ് ഇതില് പറയുന്നത്? ഓപ്ഷൻ ബി ആണ് രണ്ടാം നിയമം, സമയം വർദ്ധിപ്പിക്കുക, ബലം കുറയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 34ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അന്തർവാഹിനിക്ക് അതിന്റെ ബാലസ്റ്റ് ടാങ്കുകൾ നിയന്ത്രിക്കുന്നതിലൂടെ വെള്ളത്തിൽ ഉയരുകയോ മുങ്ങുകയോ ചെയ്യാം. ടാങ്കുകളിൽ വെള്ളം നിറയ്ക്കുമ്പോൾ അന്തർവാഹിനി മുങ്ങുകയും ടാങ്കുകളിൽ വായു നിറയ്ക്കുകയും ചെയ്യുമ്പോൾ അത് ഉയരുകയും ചെയ്യുന്നു. ഈ കഴിവ് വിശദീകരിക്കുന്ന തത്വം ഏതാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ. ആർക്കമിഡീസിന്റെ തത്വമാണ്. പ്ലവക ബലം സ്ഥാനഭ്രംശം സംഭവിച്ച ജലത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ്. അടുത്തത് 35ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളെ അവയുടെ പ്രയോഗവുമായി പൊരുത്തപ്പെടുത്തുക എന്നാണ് കേട്ടോ. ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗവും കൊടുത്തിട്ടുണ്ട്, പ്രയോഗവും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിന് ആൻസർ ആയിട്ട് PSC കൊടുത്തിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ സി ആയിരുന്നു കേട്ടോ. ഓക്കെ, ഓപ്ഷൻ സി ആയിരുന്നു ആൻസർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഓപ്ഷൻ സി ആണെങ്കിൽ നമുക്കൊന്ന് ക്രമീകരിച്ച് നോക്കാം. മൈക്രോവേവ്
ഓക്കെ. മൈക്രോവേവ് വിമാന നാവിഗേഷനിൽ ഉപയോഗിക്കുന്ന റഡാർ സംവിധാനങ്ങൾക്ക് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തത് ബി റേഡിയോ തരംഗം പ്രക്ഷേപണത്തിനായി എന്നുള്ളത്. യു വി രശ്മികള് ജലശുദ്ധീകരണങ്ങളെ അണുക്കളെ കൊല്ലാൻ ഉപയോഗിക്കുന്നു. ഗാമാ കിരണങ്ങൾ ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കാൻ മരുന്നുകളിൽ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ റേഡിയോ തരംഗം പ്രക്ഷേപണത്തിനായി എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് എന്താണ് സാധാരണയായിട്ട് റഡാർ സംവിധാനങ്ങളിൽ മൈക്രോവേവുകൾ മാത്രമല്ല കേട്ടോ, ചില പ്രത്യേക ആവൃത്തിയുള്ള റേഡിയോ തരംഗങ്ങളും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനിലും മറ്റും മൈക്രോവേവ് പ്രക്ഷേപണത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഈ ഒരു മിസ്റ്റേക്ക് കാരണമായിരിക്കാം ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ പഠിക്കണേ. അടുത്തത് പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് ആന്റി ഓക്സിഡന്റ് ആയി ഉപയോഗിക്കുന്ന ഒരു സംയുക്തത്തിന്റെ പേര് നൽകുക എന്നുണ്ട്. പാക്ക് ചെയ്ത ഭക്ഷണങ്ങൾക്ക് ആന്റി ഓക്സിഡന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംയുക്തത്തിന്റെ പേര് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിയാനിൻസോൾ ആണ് കേട്ടോ. ബ്യൂട്ടിലേറ്റഡ് ഹൈഡ്രോക്സിയാനിസോൾ ആണ്. ഓക്കെ, അടുത്തത് താഴെ പറയുന്നതിൽ ഏത് ലോഹമാണ് ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ഏത് ലോഹമാണ് ഭക്ഷണത്തിൽ വിഷാംശം ഉണ്ടാക്കാത്തത്? ഇതിൽ ഏത് ലോഹമാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്, അലൂമിനിയം ആണ് കേട്ടോ. ബാക്കി ലെഡ്, കാഡ്മിയം, മെർക്കുറി ഒക്കെ ഭക്ഷണത്തിൽ കലർന്നാൽ അത് വിഷാംശം ആവുന്നതാണ്. അടുത്തത് വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? വിനാഗിരിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്താണ്? നമുക്കറിയാം അസറ്റിക് ആസിഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 39ാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ആന്തരിക സംക്രമണ ശ്രേണിയിൽ എത്ര മൂലകങ്ങൾ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ സാധാരണയായിട്ടുള്ള ഉൾസംക്രമണ ശ്രേണിയിലെ എഫ് ബ്ലോക്ക് മൂലകങ്ങൾ അവയുടെ ഇലക്ട്രോൺ വിന്യാസം അടിസ്ഥാനമാക്കി, അതായത് ലാന്തനോഡുകൾ എന്നും ആക്ടിനോഡുകൾ എന്നും രണ്ട് ശ്രേണികളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് കേട്ടോ. ഇതിൽ ലാന്തനോഡ് ശ്രേണിയിൽ 14 മൂലകങ്ങളാണല്ലോ കേട്ടോ. ചില പാഠപുസ്തകങ്ങളിൽ ശാസ്ത്രീയ വ്യാഖ്യാനത്തിലൊക്കെ ലാന്തനം ആറ്റോമിക് നമ്പർ 57 ആയിട്ടുള്ള ലാന്തനം എന്ന മൂലകത്തെ കൂടി ഈ ശ്രേണിയുടെ ഭാഗമായിട്ട് കണക്കാക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ലാന്തനം കൂടി ഉൾപ്പെടുത്തിയ എണ്ണം 15 ആയിട്ട് മാറും. അപ്പൊ ഈ ഒരു ഓപ്ഷനിൽ 15 എന്നുള്ള ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ കീയിൽ ഡിലീറ്റ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3D ഓർബിറ്റലുകൾ പൂർണ്ണമായും നിറയുമ്പോൾ പുതിയ ഇലക്ട്രോൺ ഡാഷ് ഓർബിറ്റലുകൾ പ്രവേശിക്കും എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, 4p ഓർബിറ്റലുകൾ. അടുത്തത് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത്? മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്താണ് സൂചിപ്പിക്കുന്നത്? ഓർബിറ്റലിന്റെ ഓറിയന്റേഷനെയാണ് സൂചിപ്പിക്കുന്നത്. താഴെ പറയുന്ന ഗുണങ്ങളിൽ ഏതാണ് ഒരു പീരീഡിൽ ഇടത്തോട്ട് നിന്ന് വലത്തോട്ട് കുറയുന്നതെന്നാണ് കേട്ടോ. താഴെ പറയുന്ന ഗുണങ്ങളിൽ ഏതാണ് ഒരു പീരീഡിൽ ഇടത്തോട്ട് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയുന്നതെന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? ആറ്റോമിക് റേഡിയേഷൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത്? നീലക്കുയിൽ എന്ന സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയത് ആരാണെന്നാണ് കേട്ടോ. ഉറൂബാണ്. അടുത്തത് അക്കിത എന്ന ആചാരം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അക്കിത എന്ന ആചാരം ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടത് അക്കിത എന്ന ആചാരം? ഓപ്ഷൻ എ, കൂടിയാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആചാരമാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചെറായിൽ ഡാഷിലാണ് സഹോദരൻ അയ്യപ്പൻ ആദ്യമായി മിശ്രഭോജനം സംഘടിപ്പിച്ചത്? ചെറായിൽ വെച്ചിട്ട് എന്നായിരുന്നു മിശ്രഭോജനം സംഘടിപ്പിച്ചിട്ടുള്ളത്? 1917 കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷിന്റെ ഭാഗമാണ് പൊരുളധികാരം? ഏതിന്റെ ഭാഗമാണ്? തൊൽക്കാപ്പിയാണ് കേട്ടോ, തൊൽക്കാപ്പിയം. ഓക്കെ, അപ്പൊ തമിഴ് ഭാഷയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ വ്യാകരണ ഗ്രന്ഥമാണ് തൊൽക്കാപ്യം എന്നാണ് കേട്ടോ. തൊൽക്കാപ്പിയരാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ് ഇത്. എന്താണ് ഈ തൊൽക്കാപ്യത്തെ പ്രധാനമായിട്ടും 3 അധികാരമായിട്ട് സെക്ഷൻ ആയിട്ടാണ് വിഭജിച്ചിട്ടുള്ളത്. എഴുത്തധികാരം, സൊല്ലധികാരം, പൊരുളധികാരം. ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ഇത് വിശദീകരിച്ച് പറഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ തമിഴ് ഭാഷയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പഴക്കമേറിയ വ്യാകരണ ഗ്രന്ഥം ഏതാന്ന് ചോദിച്ചാൽ തൊൽക്കാപ്പിയാണ്. അതിന്റെ ഭാഗമായിട്ട് 3 സെക്ഷനായി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് പൊരുളധികാരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശ് നദിയുടെ പുരാതന നാമമാണ് ബാരിസ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഏതാണ്? ബാരിസ് എന്ന് പുരാതന നാമമുള്ള നദി ഏതാണ്? നമുക്കറിയാം, ഓപ്ഷൻ സി, പമ്പ നദിയാണ് അല്ലെ, പമ്പ നദി. അടുത്ത ക്വസ്റ്റ്യൻ, കുമാരനാശാൻ എഴുതിയത് എന്തിന് ഭാരതരെ കരയുന്നു പാരതന്ത്ര്യം വിധി കൽപ്പിതമാണ് തായെ? ഇത് ഏതിലെ വരികളാണെന്നാണ് കേട്ടോ. കുമാരനാശാന്റെ കൃതിയിലുള്ള വരികളാണ്. ഏതാണ്? ഓപ്ഷൻ സി, ഒരു തീയ കുട്ടിയുടെ വിചാരം എന്നുള്ള കൃതിയിലുള്ളതാണ്.
അടുത്ത ക്വസ്റ്റ്യൻ 49ാമത്തെ ക്വസ്റ്റ്യൻ. മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏത്? മുച്ചീട്ട് കളിക്കാരന്റെ മകൾ എന്ന് വിളിക്കപ്പെടുന്ന കഥാപാത്രം ഏത്? ഓപ്ഷൻ ബി സൈനബയാണ്. അടുത്തത് ആദ്യത്തെ മലയാളം ചെറുകഥാ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത്. ആദ്യത്തെ മലയാളം ചെറുകഥാ വാസനാ വികൃതി പ്രസിദ്ധീകരിച്ചത് ഏതിലാണ്? ഓപ്ഷൻ എ വിദ്യാവിനോദിനിയിലാണ് ട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 51ാമത്തെ ക്വസ്റ്റ്യൻ. 2025 ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചത് കേട്ടോ. ഓക്കെ, ഇതിന്റെ ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. മേൽപ്പറഞ്ഞവയെല്ലാം 1ഉം 2ഉം 3ഉം 3 പ്രസ്താവനകളും ശരിയാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? 10,000 മീറ്റർ ഓട്ടത്തിൽ സാവൻ ബാർവാൾ സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. നീന്തലിൽ ദിനിതി ദേശിംഗു സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. വെയിറ്റ് ലിഫ്റ്റിംഗിൽ മെഹക് ശർമ്മ സ്വർണ്ണ മെഡൽ നേടി പുതിയ റെക്കോർഡ് സൃഷ്ടിച്ചു. 3ഉം നമുക്ക് പഠിക്കാനുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്, ശരിയായിട്ടുള്ളതാണ്. 2025 ഉത്തരാഖണ്ഡിൽ നടന്ന ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ഓപ്ഷനുകളിൽ നിന്ന് ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള കായിക സംഘടനകളെ തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ തലത്തിലുള്ള കായിക സംഘടനകൾ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് PCIയും അതുപോലെ IOAയുമാണ് ട്ടോ. എന്താണ് ഇതിന്റെ ഫുൾ ഫോം നോക്കാം. പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ആണ് എന്ത്? PCI, പാരാലിമ്പിക് കമ്മിറ്റി ഓഫ് ഇന്ത്യ ആണ്. എന്താണ് IOA? ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ ആണ്. ഇത് രണ്ടുമാണ് എന്ത്? ഇന്ത്യയിലെ ദേശീയ തലത്തിലുള്ള കായിക സംഘടനകൾ ഇവിടെ കൊടുത്തതിൽ. അടുത്ത ക്വസ്റ്റ്യൻ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തെ താഴെ പറയുന്നതിൽ ഏതാണ് ശരിയായി പ്രതിനിധീകരിക്കുന്നത്? ഓപ്ഷൻ ബി ആണ് 0 സ്വർണ്ണം, അതായത് 0 സ്വർണം 1 വെള്ളി അതുപോലെ 5 വെങ്കലമാണ്. അടുത്തത് ഇവയിൽ ഏതാണ് ഏറ്റവും വേഗതയേറിയ മെമ്മറി ടൈപ്പ്? ഇവയിൽ ഏറ്റവും വേഗതയേറിയ മെമ്മറി ടൈപ്പ് ഇതിൽ ഏതെന്നാണ് കേട്ടോ. ഏതാണ്? ഓപ്ഷൻ എ ക്യാഷ് മെമ്മറിയാണ്. അടുത്തത് വലിയ ഡാറ്റ സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനമായി ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? വലിയ ഡാറ്റ സെറ്റുകൾ കൈകാര്യം ചെയ്യുന്നതിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണെന്നാണ്. ഓപ്ഷൻ സി ആണ് MS Access ആണ് കേട്ടോ. അടുത്തത് ഒരു വേരിയബിളിന് ഒരു മൂല്യം നൽകുന്ന പ്രവൃത്തി. ഒരു വേരിയബിളിന് ഒരു മൂല്യം നൽകുന്ന പ്രവൃത്തി. ഓപ്ഷൻ ബി സ്റ്റോർ നിർദ്ദേശം. അടുത്തത് ഒരു ലാനിൽ ഒന്നിലധികം കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുകയും മാക് വിലാസങ്ങളെ അടിസ്ഥാനമാക്കി ട്രാഫിക് ഫിൽറ്റർ ചെയ്യുകയും ചെയ്യുന്ന ഉപകരണം ഏതാണെന്നാണ് കേട്ടോ. ഏതാണ് ഇതിൽ? ഓപ്ഷൻ എ സ്വിച്ച് ആണ്. അടുത്തത് പാക്കറ്റ് സ്വിച്ചിങ് നടത്തുകയും ഡാറ്റയ്ക്കുള്ള ഒപ്റ്റിമൽ പാത്ത് നിർണ്ണയിക്കുകയും ചെയ്യുന്ന ഉപകരണം ഏതെന്നാണ്. ഓപ്ഷൻ സി റൂട്ടർ ആണ്. അടുത്തത് HTML ടാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ടാഗ് എന്താണ് നിർവചിക്കുന്നത്? ഓക്കെ, എന്താണ് നിർവചിക്കുന്നത്? ഓപ്ഷൻ ബി ഹൈപ്പർ ലിങ്കുകൾക്കുള്ള ഒരു ആങ്കർ ആയിട്ടാണ്. ഇനി ഇവിടെ 60 മുതൽ 74 വരെയുള്ള ക്വസ്റ്റ്യൻസ് എന്താണ്? 74 വരെയുള്ള ക്വസ്റ്റ്യൻസ് മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ബാക്കി നോക്കാം. 75ാമത് ഇംഗ്ലീഷിൽ തുടങ്ങുകയാണ്. നൈദർ റിയ നോർ ജിന എനി നോളജ് ഓഫ് ദ ഇൻസിഡന്റ്. ചൂസ് ദ കറക്റ്റ് വെർബ് ആണ്. ഇവിടെ കറക്റ്റ് വെർബ് സെലക്ട് ചെയ്യാനാണ്. ഓപ്ഷൻ എ ആണ് ഹാസ് ആണ് വരിക. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കളക്റ്റീവ് നൗൺ യൂസ്ഡ് ഫോർ ലയൺസ്? ലയൺസിന് യൂസ് ചെയ്യുന്ന കളക്റ്റീവ് നൗൺ ഏതാണ്? ഓപ്ഷൻ സി പ്രൈഡ് ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലീസ് ആസ്ക് ഹെർ ടു റിപ്പോർട്ട് ടുഡേ ഡാഷ്. സെലക്ട് ദ സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻ ടാഗ് ആണ്. ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടാഗ് ഇതിൽ സെലക്ട് ചെയ്ത ഏതാണ്? വിലിയോ ആണ് വരിക. They postponed the meeting due to an unexpected delay in processing the document. Pick the phrasal verb, make that suitable to underline word. അത് postponed എന്നുള്ള വേർഡിന് suitable ആയിട്ടുള്ള phrasal verb ഇവിടുന്ന് സെലക്ട് ചെയ്യാനാണ് കേട്ടോ. ഏതാ വരിക? പുട്ട് ഓഫ് ആണ് വരിക കേട്ടോ. Which among the following is a correct sentence? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണെന്നാണ്. ഓപ്ഷൻ എ no other boy in the class is as smart as Rahul. Next question. I am searching for ways to break the ice with my new class. What is the meaning of the idiom? Break the ice എന്നുള്ള ഇഡിയമിന്റെ മീനിങ് ആണ്. ഓപ്ഷൻ സി to do something that makes people feel more relaxed. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 81ാമത്തെ ക്വസ്റ്റ്യൻ.
ദ കിങ് റൂൾഡ് ഡാഷ് എ വാസ്റ്റ് എംപയർ. പിക് ദ കറക്റ്റ് പ്രൊപ്പോസിഷൻ. ഇവിടുന്ന് കറക്റ്റ് പ്രൊപ്പോസിഷൻ തിരഞ്ഞെടുക്കാനാണ് കേട്ടോ. ഏതാണ് ഇവിടെ? ഓപ്ഷൻ ബി ആണ്, ഓവർ ആവേണ്ടി. ഇത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്പെല്ലിംഗ്? കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ എ, ഒക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഡാഷ് വാച്ച് ദാറ്റ് യു വാണ്ട് ഈസ് ഡാഷ് ലിമിറ്റഡ് എഡിഷൻ. യൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ദയും എ ആണ് കേട്ടോ. ദ വാച്ച് ദാറ്റ് യു വാണ്ട് ഈസ് എ ലിമിറ്റഡ് എഡിഷൻ എന്നാണ് വേണ്ടത്. വാട്ട് ഈസ് ദ ആന്റോണിം ഓഫ് ബെനവലന്റ്? ബെനവലന്റിന്റെ ആന്റോണിം ഓപ്ഷൻ ബി ആണ്, ക്രൂവൽ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷട്ട് ദ ഡോർ. വാട്ട് ഈസ് ദ പാസീവ് വോയിസ് ഓഫ് ദ സെന്റൻസ്? ഷട്ട് ദ ഡോർ എന്ന് പറഞ്ഞാൽ പാസീവ് വോയിസ് ഇവിടെ എന്താണ്? ഓപ്ഷൻ എ, ലെറ്റ് ദ ഡോർ ബി ഷട്ട് എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ വൺ വേർഡ് ഓഫ് ദ പേഴ്സൺ ഹു ഓൾവേസ് ലുക്ക് അറ്റ് തിങ് ഇൻ എ പോസിറ്റീവ് മാനർ? അപ്പൊ ഇതിന്റെ എന്താണ്? വൺ വേർഡ് ആണ്. ഏതാണ് ഇതിൽ വരുന്നത്? ഓപ്ഷൻ സി ആണ്, ഒപ്റ്റിമിസ്റ്റ് ആണ് കേട്ടോ. എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് മാനറിൽ എടുക്കുന്ന ആളാണ് ഒപ്റ്റിമിസ്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the modal auxiliary is used to suggest necessity or obligation? ഇവിടെ എന്താ ആൻസർ? ഓപ്ഷൻ ഡി, മസ്റ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യന് മലയാളത്തിൽ നിന്ന് വരുന്നതാണ്. ശരിയായ പദങ്ങൾ മാത്രം കണ്ടെത്തുക. ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള പദങ്ങൾ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, 1ഉം 4ഉം ശരി എന്നാണ് കേട്ടോ. 1ഉം 4ഉം ശരി. അത് കൃത്രിമവും ശരിയാണ്, അടിമത്തവും ശരിയാണ്. ബാക്കിയുള്ളതിൽ തെറ്റുണ്ട്. നായിക എന്നുള്ള നായിക എന്നാണ് വേണ്ടത്. നിഷ്ഠ എന്നുള്ളിടത്തും മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. ശരിയായ വാക്യം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഇതിൽ ശരിയായിട്ടുള്ള വാക്യം. അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്തു. ഹാർദമായി എന്ന് മതിട്ടോ, ഹാർദവം വേണ്ട. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കുട്ടിച്ചോറാക്കുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? കുട്ടിച്ചോറാക്കുക എന്ന ശൈലിയുടെ അർത്ഥം ഓപ്ഷൻ ഡി, നശിപ്പിക്കുക. ഇത് ഉന്നതം എന്ന പദത്തിന്റെ വിപരീത പദം താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഉന്നതം എന്ന പദത്തിന്റെ വിപരീത പദം ഇതിൽ ഏതാണെന്നാണ് കേട്ടോ. എന്താണ്? ഓപ്ഷൻ സി എന്താണ്? നദമാണ്. ഉന്നതത്തിന്റെ വിപരീത പദം നദം. ഈച്ച പര്യായപദം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഈച്ചയുടെ പര്യായപദം ഇതിൽ ഏതാണെന്നാണ്? 92 എ ആണ്, മക്ഷികാണ്. അവൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എന്താ വരിക? അവൻ എന്ന പദം പിരിച്ചെഴുതിയാൽ എങ്ങനെ വരും? ഓപ്ഷൻ ഡി ആണ്, ആ പ്ലസ് അന്ന് വരും കേട്ടോ. 4-5 എന്ന പദത്തെ ഘടകപദങ്ങളാക്കുക. 4-5 എന്ന പദത്തെ ഘടകപദങ്ങളാക്കിയാൽ എന്താണ്? 4ഓ 5ഓ എന്ന് വരും അല്ലെ. താഴെ തന്നിരിക്കുന്ന അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഇത്. അലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ആണ് ഓപ്ഷൻ എ, ജനങ്ങൾ. താഴെ തന്നിരിക്കുന്ന സ്ത്രീലിംഗത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി, യോദ്രിയാണ് കേട്ടോ. ഇത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നതിന്റെ ഒറ്റപ്പദം ഏത്? ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്ന ഒറ്റപ്പദം എന്താണ്? ബുഭുക്ഷയാണ് വരിക. അടുത്തത്, ഫുൾ ഗ്രോ വിത്തൗട്ട് വാട്ടറിങ് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താനാണ് പറഞ്ഞത് കേട്ടോ. ഈ ഒരു സെന്റൻസിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കാരണം എന്താണ്? വ്യാകരണപരമായിട്ട് പറയുകയാണെങ്കിലും ഇവിടെ ഫൂൾ എന്നത് സിംഗുലർ ആയതുകൊണ്ട് അതിന്റെ കൂടെ വെർബ് ഗ്രോസ് എന്ന് വേണ്ടിയിരുന്നു. അല്ലെങ്കിൽ എന്താണ്? ഫൂൾസ് ഗ്ലോ വിത്തൗട്ട് വാട്ടറിങ് എന്ന് വേണ്ടിയിരുന്നു. അപ്പൊ ഇതിൽ ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. സബ്ജക്ട് വെർബ് അഗ്രിമെന്റിലുള്ള മിസ്റ്റേക്ക് ആണ്. അതുകൊണ്ട് ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. ഇവിടെ ഫൂൾസ് ഗ്രോ വിത്തൗട്ട് വാട്ടറിങ് എന്നായതെങ്കിൽ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആയിരുന്നു വരേണ്ടത്. ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ. അത് കരയുന്ന കുട്ടിക്ക് പാലുള്ളി എന്ന പഴഞ്ചൊല്ലി അർത്ഥമാക്കുന്നത് എന്തെന്നാണ് കേട്ടോ. ഓപ്ഷൻ ഡി, ആവശ്യപ്പെട്ടാലേ ലഭിക്കേണ്ടത് ലഭിക്കുകയുള്ളൂ. അടുത്തത്, പ്രാസാദം എന്ന പദത്തിന്റെ സമാന പദം ഏതാണ്? പ്രാസാദം എന്ന പദത്തിന്റെ സമാന പദം മാളിക എന്നാണ് കേട്ടോ. അപ്പൊ ഇത്രയായിരുന്നു നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ്. അപ്പൊ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഓക്കെ. അപ്പൊ ശരിയായിട്ടുള്ള പിന്നെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നന്നായിട്ട് പഠിക്കാൻ നോക്കട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.